ഹലോ ആസ്പിരൻസ്, ഫ്യൂച്ചർ ജോബ്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ തസ്തികകളിലേക്ക് SSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 18ഉം ഗ്രാജുവേറ്റ് ലെവലിൻ്റേത് ജൂലൈ 4 അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെ ഈസിയായി അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ വെബ്സൈറ്റിലൂടെയല്ലേ അപേക്ഷിക്കുന്നത്. ഇപ്പോൾ MySSC എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈസിയായി അപേക്ഷിക്കാം. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് നോക്കിയാലോ? MySSC ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വിൻഡോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫോർ സെക്യൂരിറ്റി റീസൺസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ, നെയിം, പാരൻസിൻ്റെ ഡീറ്റെയിൽ, അഡ്രസ്സ് എന്നിവ കാണാൻ പറ്റും. അതിനുശേഷം അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ, അതുപോലെ തന്നെ MTS തസ്തികകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ലെവലും അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് MTS തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും പ്രൊസീജിയേഴ്സ് സെയിം ആണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ ഇതിലേക്കുള്ളത് അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വീണ്ടും അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം MTSലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. അത് ഫിൽ ഫോം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി SSC 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് ഗ്രാജുവേഷൻ കൊടുക്കുന്നു. ബാക്കി ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ നമ്മുടെ SSLC പെർസെൻറ്റേജ് അവിടെ അടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അത് അടിച്ചു കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റഡ് സക്സസ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ എക്സ് സർവീസ് മാൻ അല്ല, ഏജ് റിലാക്സേഷൻ ഇല്ല, അതുപോലെ തന്നെ നമ്മൾ DOPയിലേക്കുള്ള, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിലേക്കുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ എസ് ആണ് കൊടുത്തത്. അതിനുശേഷം നമുക്ക് നമ്മുടെ സെൻറ്റേഴ്സ് പ്രിഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തൃശ്ശൂരാണ് കൊടുക്കുന്നത്. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നമുക്കിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മോസ്റ്റ്ലി എല്ലാ സ്റ്റേറ്റുകളും എല്ലാ സിറ്റികളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള തൃശ്ശൂർ, എറണാകുളം, കാലിക്കറ്റ് ഇങ്ങനത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ ഡയറക്റ്റ് തന്നെ KKR എടുത്താൽ മതി, കേരള കർണാടക റീജിയൻ. അതിനുശേഷം നമ്മൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ, ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാം, പക്ഷെ ഞാൻ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. 2 തവണ നമ്മളത് വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി റിലേറ്റഡ് ടു വിഷൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബോത്ത് ആം എഫക്റ്റഡ് ആണോ നമ്മൾ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോർ ദ റീസൺ ഓഫ് സ്ക്രൈബ് ആവശ്യമില്ലാത്തവർക്ക് അത് നോ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം അവിടെ നമുക്ക് MTSൻ്റെ കാര്യത്തിൽ തസ്തികകൾ എവിടെയൊക്കെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, ഹവൽദാറിന് അപേക്ഷിക്കുന്നുണ്ടോ, MTS എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രിഫറൻസ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് വെച്ച് ബാക്കിയുള്ള കോളങ്ങൾ X വെച്ച് ഫില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ആപ്പിൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ 68 എന്ന ഓപ്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്, MTS കേരള. ഞാൻ മറ്റെവിടെയും അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ള എല്ലാത്തിലും X എന്നുള്ള ഒരു സിമ്പിൾ വരുന്നുണ്ട്. ആപ്പ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ലിമിറ്റേഷൻസ് എല്ലായിടത്തും ഉണ്ട്, ക്ഷമിക്കുക കേട്ടോ. ബൈ ദ വേ നമുക്കെല്ലാം ഇമ്പ്രൂവ് ചെയ്യാം. അതിനുശേഷം ഒരു കൺസെൻറ്റ് ഫോമാണ്, ആധാർ റിലേറ്റഡ് കൺസെൻ്റ് ആണ്. ഇതാണ് SSC ഏറ്റവും പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. സോ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോൺ നമ്പറുമായിട്ട്, നമ്മുടെ പേഴ്സണൽ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ വളരെ ഈസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫേസ് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു പേഴ്സണൽ റീസൺസ്. ഇപ്പോൾ ഈ ഒരു റെഡ് മാർക്ക് മാറി, അതായത് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കും.
അതല്ല, ആ റെഡ് മാർക്ക് മാറി ഗ്രീൻ കളർ വരണം. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഐ ബ്ലിം ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. ബ്ലിങ്ക് ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ലൈവ് ഫോട്ടോ ക്യാപ്ചർ ആൻഡ് ലൈവ് സിഗ്നേച്ചർ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻസ് വരും. അപ്പം നമുക്ക് ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ആധാറുമായിട്ട് സിങ്ക് ആയി പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ സിഗ്നേച്ചർ ആയാലും സിഗ്നേച്ചർ ഞാനിവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു റോങ് ആയിട്ടുള്ള സിഗ്നേച്ചറിൻ്റെ കാണിക്കാം. സോ ദാറ്റ് ഒരു എറർ വരും. കാരണം സിഗ്നേച്ചർ എപ്പോഴും 10 KB മാത്രമായിരിക്കണം കേട്ടോ ഉണ്ടാവേണ്ടത്. അതിനുശേഷം നമ്മൾ ഞാൻ കറക്റ്റായിട്ടുള്ള സിഗ്നേച്ചർ വിത്ത് 10 KB സൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒന്നും കൂടെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം വിത്ത് എ ക്യാപ്ച. ഐ എഗ്രി കൊടുക്കുക, ക്യാപ്ച അടിച്ചു കൊടുക്കുക. ഫോം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ക്ഷമിക്കുക കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അപ്ലൈ കാറ്റഗറി പോയിട്ട് MTSൻ്റെ സംഭവം ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും മൈ അപ്ലിക്കേഷനിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് എക്സാമിനേഷൻ കാണാൻ പറ്റും. നമ്മുടെ പേര്, രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഫീ എക്സംഷൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു റിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ എക്സംഷൻ ഉണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് 100 രൂപയുടെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതിന് ഗൂഗിൾ പേ, ഫോൺ പേ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്സ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഐ ആം സോറി, എനിക്കതിവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും വീഡിയോസ് കാണുവാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 3 ഡേയ്സ് മാത്രമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്ഡേറ്റ് കൂടി ഉണ്ട് കേട്ടോ. എങ്ങനെ SSC ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ എളുപ്പത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കണേ.